നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് ഈ ഒരു ബന്ധം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഇനി കാത്തിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ആ ഒരു വ്യക്തി ഇതിൽ നിന്ന് മൂവ് ഓൺ ആയോ, നിങ്ങൾ കാത്തിരിക്കണോ എന്നുള്ള റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ നിങ്ങളെ പേഴ്സണ് മുമ്പ് ഏതെങ്കിലും തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരിക്കണം. ഫസ്റ്റ് എനർജി കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജി കാർഡ് റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് പാർട്ടി എനർജി കാർഡ് എന്തോ തേർഡ് പാർട്ടി എനർജി ഭയങ്കര ലോ ആണ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഇല്ല എന്നാണ് കാണുന്നത്. ഒരു സിംഗിൾ എനർജിയിലാണ് നിങ്ങളെ പേഴ്സൺ നിൽക്കുന്നത്. തേർഡ് പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു കാർഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരുപാട് എനർജി കാണിക്കുന്നുണ്ട്, ആ പേഴ്സണും മാരീഡ് ആയിട്ടുള്ള ഒരുപാട് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ മാരീഡ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെന്നും അവർക്കൊരു പാർട്ട്ണർ ഉണ്ടെന്നും നിങ്ങൾക്കറിയാം. അതൊരിക്കലും തേർഡ് പാർട്ടി എനർജി ആകില്ല. നിങ്ങളറിയാത്ത വേറൊരു കണക്ഷനാണ് ഈ പറയുന്ന തേർഡ് പാർട്ടി എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കറിയാം ഇതല്ലാതെ അവർക്ക് മറ്റൊരു കണക്ഷൻ ഉണ്ടായ കാര്യം പലർക്കും ഇവിടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അറിയിച്ച് തന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു എനർജി ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ആ തേർഡ് പാർട്ടി ഇപ്പോൾ സിംഗിൾ എനർജി ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ ഒരു സിംഗിൾ എനർജിയിലാണ് നിൽക്കുന്നതെന്ന് ഇവിടെ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു സിംഗിൾ എനർജിയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ വളരെയധികം ഇപ്പോൾ ഡൗൺ എനർജിയിലാണ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സായിട്ടൊരു എന്താ പറയുക, ഒരു തുറുപ്പ് ചീട്ട് ഇട്ട് തരുന്നുണ്ട്. അതായത് ഒരു ചാൻസ് അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വന്ന് കോൺടാക്റ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിൽ നിന്നൊരു കോള് പോവുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾ അഗെയിൻ ഒരു കോൺടാക്റ്റിൽ വരുന്നുണ്ട്. ആ ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോൾ നിങ്ങളെന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു പേഴ്സണും ആ ഒരു കോൺവെർസേഷനിലാണ് നിങ്ങൾക്കിനി മുന്നോട്ടേക്കുള്ള ഒരു കാര്യം അവിടെ ഡിസൈഡ് ആവുന്നത് എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് റെഡിയാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ തിരികെ കൊണ്ടുതരാനായിട്ട്. പക്ഷേ നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കുക. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങളുടെ ആ കാലചക്രം ദ സെയിം സിറ്റുവേഷനിലായിരിക്കും തിരിയുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സായിട്ട് തരുന്നുണ്ട് ചാൻസ്. അവിടെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു പേഴ്സണുമായിട്ട്. ആ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക. ആ ഒരു സംസാരത്തിലാണ് പിന്നീട് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ അവിടെ ഡിസൈഡ് ആവാനായിട്ട് പോകുന്നത്. ഒന്നില്ലെങ്കിലും മുമ്പോട്ടേക്ക് വീണ്ടും സന്തോഷത്തോടെ നല്ലൊരു ഇതിലേക്ക് കടക്കും നിങ്ങൾ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് രണ്ടുപേരും കോംപ്രമൈസ് ആയിട്ട് രണ്ടുപേരും എന്താ പറയുക, ഇതിനി വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കും. ഇത് രണ്ട് എനർജിയിലും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് എന്തായാലും ഒരു ബേസിക് ഡിസിഷൻ അവിടെ നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത്. യൂണിവേഴ്സ് അങ്ങനെയുള്ളൊരു ചാൻസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഏറെക്കുറെ കാര്യങ്ങൾ വളരെയധികം ട്രാൻസ്ഫോർമേഷനിലേക്ക് കൂടെ കടക്കാനായിട്ട് പോകുന്നു. വളരെയധികം വ്യത്യാസങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം എന്താ പറയുക ഒരുപാട് അനുഭവിച്ചതായിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൽ ഇത്രയും കാലം യൂണിവേഴ്സായിട്ട് പല എന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിചാരിച്ചിട്ട് പല ഓപ്പർച്യൂണിറ്റീസുകളും വേണ്ടാന്ന് വെച്ചിട്ടുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും മുമ്പ് ഒരു ബന്ധത്തെ ഫേസ് ചെയ്ത് ഫെയിലായിട്ടുള്ള ഒരു എനർജീസിലും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കണം നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് പരിചയപ്പെട്ടതും. അത് നിങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങോട്ട് പോയതായിരിക്കില്ല. ആ ഒരു പേഴ്സണായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടായിരിക്കണം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാനൊരു സ്ത്രീയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുമ്പോൾ അത് ചിലപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ആയിട്ട് പോയേക്കാം. പക്ഷേ ഇത് രണ്ട് എനർജിയും ആണുങ്ങളുടെയും പെണ്ണുങ്ങൾക്കും കാണാവുന്ന എനർജിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ എന്നെ വന്ന് വിമർശിക്കുകയുണ്ടായി. നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമാണ് വീഡിയോ ഇടുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ ഇടുന്നത്? നമ്മളങ്ങനെയല്ല. ഇത് ആണുങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കാണാൻ ഉള്ളതാണിത്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഞാനൊരു ലേഡി ആയതുകൊണ്ട്
അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. എൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള ടാരറ്റ് റീഡേഴ്സിൻ്റെയും എടുത്തു നോക്കിയാലും കാണാം. ഇത് 2 പേർക്കും കൂടിയുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇംബാലൻസ് കാണുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അയാളുടെ എനർജി, നിങ്ങളുടെ പേഴ്സണിൻ്റെ, അത് സ്ത്രീയോ പുരുഷനോ, അവരുടെ എനർജി ഒട്ടും തന്നെ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. എത്രയൊക്കെ നിങ്ങളായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ആദ്യകാലങ്ങളിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്നേഹവും കെയറും കാര്യങ്ങളും മാത്രം മതി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശക്തി. അതാണ്, ആ ഒരു ശക്തിയിലാണ് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളാം. മേ ബി അത് കിട്ടുന്നുണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്കുണ്ടായിരുന്ന പല സംഭവങ്ങളുടെയും ഇമ്പോർട്ടൻസ്, വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഈവൻ നമ്മളെ ശരീരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അവയവങ്ങളാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്, വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഫീൽ അത് അത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ അതിന് മാത്രമല്ല പറയുന്നത്, എല്ലാത്തിനും നമ്മളെ പ്രപഞ്ചത്തിലുള്ള ഓരോരോ സംഭവങ്ങൾക്കും നിങ്ങളത് വാല്യൂ കൊടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത് ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമായിരിക്കണം. നിങ്ങൾ കുറച്ചും കൂടി പ്രകൃതിയോടടുത്ത്, യൂണിവേഴ്സിനോടടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമായിരിക്കണം. സോ ഈ ഒരു പേഴ്സണിൻ്റെ കാര്യത്തിൽ വളരെയേറെ പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആദ്യ കുറച്ച് കാലങ്ങളിൽ കിട്ടിയിരുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോകത്ത് എവിടെയും കിട്ടാത്ത തരത്തിലുള്ളൊരു ഫീലിങ്സും സ്നേഹവുമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പേഴ്സണിൽ നിന്നും. അതുകൊണ്ടാണ് നിങ്ങളുടെ സോൾ പിന്നീട് ഈ ഒരു സോളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കെയറും ഇമ്പോർട്ടൻസും നിങ്ങളുടെ സോളിന് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു എനർജി വീണ്ടും തിരികെ കിട്ടാനായിട്ട്. അതിനാണ് നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെടുന്നത്. അതൊരു വളരെ കുറച്ച് കാലത്തെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് ഭയങ്കരമായിട്ടുള്ള ലോങ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത പോലെയുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ ക്യാഷ് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്കായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ചിലവഴിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേ ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കണം. നിങ്ങളുടെ വ്യക്തി എന്ത് കഷ്ടപ്പാട് പറഞ്ഞാലും നിങ്ങളിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങളതെങ്ങനെയെങ്കിലും അറേഞ്ചൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം ആ ഒരു വ്യക്തിക്ക്. അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ, ഏഞ്ചൽ പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട്.